മദ്യ മയക്കുമരുന്ന് ലോബി അത് വളരെ തീവ്രമായിട്ട് വരുന്നുണ്ട്, വളർന്നു വരികയാണ് അനുദിനം. കാരണം അതിനുള്ള എല്ലാ പരിരക്ഷയും കൊടുക്കുകയല്ലേ. യെസ്, താങ്കളുടെ അഭിപ്രായം ഇവിടെ അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു കാര്യം, ഞാൻ പോക്കറ്റിലിടുന്ന 2 കൈ എടുക്കാൻ വേണ്ടി ഈ 2 മുന്നണികൾ ഒരുപോലെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്, ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന്. മതി, ഇനി അത് പിൻവലിക്കാതിരുന്നാൽ മതി. ലവ് ജിഹാദ് ഇവിടെ ഉണ്ടെന്നും അത് സഭയ്ക്ക് വളരെ എതിരാണെന്നും അത് കരുതിയിരിക്കണമെന്നും പള്ളിക്കകത്ത് വെച്ച് സഭാമക്കളോട് പറഞ്ഞ കാര്യത്തിന് ഈ പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ വേണ്ടി ഈരാറ്റുപേട്ടയിൽ നിന്ന് തീവ്രവാദികൾ വന്നപ്പോൾ UDFന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് പാലാ ബിഷപ്പിനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയപ്പോൾ തീവ്രവാദികളുടെ കാര്യത്തിൽ തീവ്രവാദികളുടെ കൂടെയല്ലേ ഇവിടെ LDF UDF നിന്നത്, അല്ലാതെ ജോസഫ് സാറിൻ്റെ കൂടെയല്ലല്ലോ. അപ്പോൾ എപ്പോഴാണെങ്കിലും ഈ UDFന്റെയും LDFന്റെയും നിലപാട് വളരെ വ്യക്തമാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുകയും അതിനുവേണ്ടി ബിഷപ്പിനെതിരെ കേസെടുക്കണമെങ്കിൽ കേസെടുക്കുകയും കേസെടുക്കണമെന്ന് പറഞ്ഞത് VD സതീശനാണ്. ആ കാര്യത്തിൽ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കേരളത്തിലെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞത് VD സതീശനാണ്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. നിലപാട് ഗൂഗിളിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി, കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാര്യമൊന്നുമില്ല, പറഞ്ഞതാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, 2 പേരും ഒരേ ചടലിൽ കോർത്ത പുഷ്പങ്ങളാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം വന്നപ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി 2 പേരും ഒറ്റക്കെട്ടാണ്. ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങൾ സംരക്ഷിക്കാനാണ് വന്നത്. ഞങ്ങളല്ല പറഞ്ഞത്, കേരളത്തിൽ മാത്രമേ നിങ്ങൾ ചേരി തിരിഞ്ഞ് ഇങ്ങനെ തല്ലുന്നുള്ളൂ. നിങ്ങൾ കേരളം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇന്ന് പാലായിൽ ഒരു വൈറൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ശ്രീ ബാണി സി കാപ്പൻ UDFന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കടുത്തത്ത് ഇറങ്ങിപ്പോയപ്പോഴാണ് NDAയുടെ സ്ഥാനാർത്ഥി വന്ന് 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹം കൊടുത്തു. അതുകൊണ്ട് UDFനോട് ഞാൻ ചോദിക്കുക, UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് ആർക്ക് UDFന് കിട്ടുമോ? ഒരു മാന്യമായ ഒരു പെരുമാറ്റം ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ അതിനെ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ്. വേറൊരു കാര്യം അവിടെ നടന്നിരുന്നു. ഈ പറയുന്ന NDAയുടെ സ്ഥാനാർത്ഥി വന്നപ്പോ കേരള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവിന്റെ കാല് തൊഴുതു. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഫോട്ടോ വീഡിയോ ഞാൻ കണ്ടുതരാം. ജോയി എബ്രാഹത്തിന്റെ കാല് തൊഴുതു. ഞങ്ങളുടെ പാർട്ടിയല്ല, നിങ്ങളുടെ പാർട്ടിയാ. കേരള കോൺഗ്രസിന്റെ പാർട്ടിയല്ലോട്ടോ, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജോയി എബ്രാഹത്തിന്റെ കാല് തൊട്ടു. ശ്രീ രാജൻ, ശ്രീ ജെയ്സൺ, ഈ അനുഗ്രഹം വാങ്ങുന്നതിലൊന്നും നമ്മൾ ഈ രാഷ്ട്രീയം കാണണ്ട. നല്ലൊരു സ്ഥാനാർത്ഥി അതൊരു കഴിഞ്ഞ തവണ കിട്ടിയ 10,000 വോട്ടിന്റെ ബാലൻസ് ഉണ്ടല്ലോ, 15,000, അതിന്റെ ഒരു നന്ദി അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അല്ലെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ തവണ കാല് വാരിയതുപോലെ പാലായിലെ CPM-കാര് കാല് വാരുവോ? നിങ്ങളുടെ ഞങ്ങളുടെ വോട്ട് കൃത്യമായ വോട്ടുകളാ, യാതൊരു തർക്കവുമില്ല. നിങ്ങൾ കഴിഞ്ഞ ഒരു 4-5 പ്രാവശ്യം പറ്റില്ല. അതായത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലുള്ള ഈ പഞ്ചായത്തുകൾ ചേർന്നപ്പോൾ കൊട്ടയുള്ള വോട്ടിന്റെ എണ്ണം എടുത്തു നോക്കിയോ, യാതൊരു മാറ്റവുമില്ല. ഉണ്ടോ? യെസ് ഇതിപ്പോ ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിലിന്റെ പ്രസ്താവന അതിര് കടന്നായിപ്പോയി. മതമേലധ്യക്ഷന്മാർ സംയമനവും ആത്മനിയന്ത്രണവും പാലിക്കണം. അനാവശ്യമായ അഭിപ്രായ പഠനങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തും. അതിന് വെല്ലുവിളികളെ നമുക്ക് ഒരുമിച്ച് നേരിടാം. അതിന് ആത്മീയ നേതൃത്വം വെളിച്ചം പകരണം, അല്ലാതെ കൂരിരുട്ട് പടർത്തുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അക്ഷന്തവ്യമായ തെറ്റാണ്. അല്ല അതെ ചേട്ടാ ഒന്ന് ഇരുന്നേ പ്ലീസ്. ഇവിടെ ആദ്യം നിരോധിക്കുന്ന RSSനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര വർഗീയമായ ആരെ പ്രീണിപ്പിക്കാനാണ് നിങ്ങളുടെ ഈ പറയുന്നത്?